എൻ്റെ പേര് സീനത്ത്. ഞാൻ എങ്ങനെയാ ആശ്വസ്ഭവൻ എന്ന വലിയ വീട്ടിൽ വരുവാനുണ്ടായ സാഹചര്യമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വീട് കണ്ണൂർ ആണെങ്കിലും ഞാൻ ജനിച്ചത് കോട്ടയത്താണ്. എനിക്കൊരു അനിയനും 2 അനിയത്തിമാരുമുണ്ട്. വളരെ സങ്കടകരമായ ഒരു ബാല്യകാലമായിരുന്നു എൻ്റേത്. സന്തോഷം എന്തെന്ന് ഞാൻ എൻ്റെ ബാല്യകാലത്തിൽ അറിഞ്ഞിട്ടില്ല. അച്ഛനും അമ്മയും എന്നും വഴക്കായിരുന്നു. ഞങ്ങളെ ഒന്ന് നോക്കുപോലും അവർ ചെയ്തിരുന്നില്ല. ഞാൻ ഇന്ന് രാത്രി കാണുന്നത് എൻ്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കാണ്. രാവിലെ ആകുമ്പോൾ അവർ 2 വിവിധ സ്ഥലങ്ങളിൽ പോകും. എൻ്റെ അച്ഛൻ അടുത്തുള്ള വീടുകളിൽ ഞങ്ങളെ നോക്കാൻ കാശ് എത്തിച്ചിട്ട് പോകും. എന്നാൽ അവരത് ഞങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അവരുടെ മക്കൾക്ക് ആഹാരം മേടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ വളരെ ദുഃഖകരമായ രീതിയിൽ ശരിക്കും അനാഥത്വത്തിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു ജീവിതമായിരുന്നു എൻ്റേത്. വളരെ സങ്കടകരമായും ആരും നോക്കാനില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് ഞങ്ങൾ കോട്ടയം പ്രദേശത്തൂടെ നടന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അച്ഛനെയും അമ്മേനെയും ഒരു മയക്കുമരുന്ന് കേസിൽ പോലീസ് പിടിച്ചു. അപ്പോൾ ഞങ്ങൾ ശരിക്കും അനാഥരായി. അവിടെ ഞങ്ങളെ നോക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം എന്തെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു എൻ്റെ ഏറ്റവും ചെറിയ അനിയത്തിയെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ വേറൊരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് കൊടുത്തയച്ചത്. അവിടെ അവൾ ഒരാഴ്ച അവിടെ പോയ ശേഷം ഞങ്ങൾക്ക് അവളെ കാണണമെന്നൊരാഗ്രഹമുണ്ടായി. അങ്ങനെ ഞങ്ങളും കോട്ടയം വിട്ട് ആ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ ജീവിതത്തിൽ ആരൊക്കെയോ എന്നെ സ്നേഹിക്കാനുണ്ട്, ആരൊക്കെയോ എനിക്കുണ്ടെന്നൊക്കെ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. എന്നാൽ അവിടെ ചെന്ന് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചിന്തിച്ചതിലൊക്കെ വളരെ വിപരീതമായിട്ടായിരുന്നു എനിക്ക് അവിടെ നേരിടേണ്ടി വന്നത്. അവിടുത്തെ സകല ജോലികളും ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും, പാത്രം കഴിയിപ്പിക്കും, അങ്ങനെ ഭയങ്കരമായ ബുദ്ധിമുട്ടുകളായിരുന്നു. സ്കൂളിൽ വിടുമെങ്കിലും ഫുഡൊന്നും തന്നു വിടാതെ അവിടെ സ്കൂൾ കുട്ടികൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും എൻ്റെ അനിയനും ഗ്രൗണ്ടിൽ പോയിരിക്കും. അങ്ങനെയൊക്കെയായിരുന്നു. ഞാൻ എന്ന് സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്നത് കരഞ്ഞുകൊണ്ടാണ്. അപ്പോൾ വഴിയിലുള്ളവരൊക്കെ ചോദിക്കും, എന്തോ മോള് കരഞ്ഞുകൊണ്ട് പോകുന്നതെന്നൊക്കെ. അപ്പം ഞാനിങ്ങനെ പറയും, ഇതുപോലെയാണ് അവരെന്നെ അടിക്കുന്നതൊക്കെ പറയും. എൻ്റെ മോൾക്ക് എന്ന് സ്കൂളിൽ പോകുമ്പോൾ ഓരോ പാടുകളാണ് പിരിച്ചതിൻ്റെയൊക്കെ. അങ്ങനെ സ്കൂളിലെ സാറുമാരും അറിഞ്ഞു തുടങ്ങി. അപ്പോൾ ഞാൻ അവിടെ എൻ്റെ കൂടെ അവിടുത്തെ അമ്മയുടെ മോനും കൂടെ പഠിക്കുന്നുണ്ടായിരുന്നു. ആ കൊച്ചിനെ വിളിച്ച് അവിടുത്തെ സാറുമാരിങ്ങനെ കുട്ടികളെ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ആ ചെറുപ്പം വന്ന് വീട്ടിൽ പറയുമ്പോൾ സ്കൂൾ വിട്ട് 4 മണിക്ക് വീട്ടിൽ വന്ന അടിയായിരുന്നു. ചൂലൊക്കെ എടുത്ത് വെച്ചൊന്ന് ഒത്തിരി അടിക്കുമായിരുന്നു. അങ്ങനെ ആരും നോക്കാനില്ലാതെ ശരിക്കും അവിടെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങളുടെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കിയ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു അമ്മച്ചി ഇങ്ങനെ ആശ്വാസഭവൻ്റെ ഒരു പ്രസ്ഥാനമുണ്ട്, അവിടെ ജയിലിൽ കിടക്കുന്നവരുടെ മക്കളെ താമസിപ്പിക്കുന്നതാണ്, അവിടെ കുട്ടികളെ കൊണ്ടുവിടാനൊക്കെ. അങ്ങനെ ഞാൻ സന്തോഷിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരികയാണ് സന്തോഷത്തിന് തന്നെ എന്നെ ഒത്തിരി അടിക്കുകയൊക്കെ അവർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വരുവാനുള്ള സകല ഒരുക്കങ്ങളുമായി അവർ ഞങ്ങളെ ഇവിടെ കൊണ്ടാക്കി. ഇവിടെ വന്നപ്പോൾ ശരിക്കും പുതിയൊരു ലോകത്തേക്ക് വരുന്നത് പോലെയായിരുന്നു. സ്നേഹിക്കാൻ ആരൊക്കെ ഉണ്ടെന്നൊരു തോന്നൽ. ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോയ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം, ആങ്ങളമാരുടെ സ്നേഹം, അനിയത്തിമാരുടെ സ്നേഹം, അങ്ങനെ ഒരു പുതിയ ലോകത്തേക്ക് കടന്നു വന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ശരിക്കും എൻ്റെ അച്ഛനും അമ്മയും എന്നെ സ്നേഹിക്കുന്നതിലുപരിയായിട്ട് ഇവിടുത്തെ പപ്പയും മമ്മിയും അവരെന്നെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സ്നേഹിച്ചിട്ടില്ല. പക്ഷെ ഇവിടുത്തെ പപ്പയും മമ്മിയും സ്വന്തം മോളെ പോലെ തന്നെ എന്നെ കരുതി സ്വന്തം മോളെ പോലെ ഞാൻ എന്നെ വളർത്തുന്നത്. എന്നെ മാത്രമല്ല, എന്നെപ്പോലെ ദുരിതങ്ങൾ അനുഭവിച്ച് ഇവിടെ വന്ന പല കുഞ്ഞുങ്ങൾക്കും ഇപ്പോൾ താങ്ങും തണലുമായി നിൽക്കുന്നത് ഇവിടുത്തെ പപ്പയും മമ്മിയാണ്. ഞങ്ങൾക്ക് സ്വന്തമെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരച്ഛനും അമ്മയും ദൈവം തന്നു. അങ്ങനെ ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ പൂർണ്ണ സന്തോഷത്തോടെയാണ് വരുന്നത്.